യൂട്യൂബ് മാസ്റ്റർ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് യൂട്യൂബിൽ ഈയിടെയായിട്ട് വന്നിട്ടുള്ള പുതിയൊരു അപ്ഡേഷനെ കുറിച്ചാണ്. അപ്ഡേഷൻ വന്നിട്ട് കുറച്ച് ദിവസമായിരുന്നു, പക്ഷെ അതിന്റെ പരീക്ഷണം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നത്. ഒരു 14 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മറ്റൊരു ചാനലിൽ. അപ്പോൾ ആ ചാനലിൽ ഈ പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് റീച്ച് ആകാൻ വേണ്ടിയിട്ട് യൂട്യൂബ് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നല്ല, നമ്മൾ ഒരു വീഡിയോ റീച്ച് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടത് നല്ലൊരു ടൈറ്റിൽ വേണം, നല്ലൊരു തംബ്നെയിൽ വേണം, നല്ല ഡിസ്ക്രിപ്ഷൻ വേണം, ടാഗ്, അങ്ങനെ കാറ്റഗറി, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇതിൽ തംബ്നെയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും തംബ്നെയിൽ എത്രത്തോളം ആകർഷകമായിട്ടുള്ള തംബ്നെയിൽ ഇടാൻ പറ്റുമോ അത്രത്തോളം ആകർഷകമായിട്ടുള്ളതാണ് നമ്മൾ ഇടേണ്ടത്. എത്ര മനോഹരമാക്കാൻ പറ്റുമോ അത്രയും മനോഹരമാക്കുക. അപ്പോൾ നമുക്കൊരു തംബ്നെയിൽ മാത്രമായിരുന്നു ഒരു സമയത്ത് ഇടാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ തംബ്നെയിൽ 3 എണ്ണം നമുക്ക് ഒരേ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ആ തംബ്നെയിൽ അപ്ലോഡ് ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. തംബ്നെയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് 14 ദിവസം കഴിയുമ്പോഴാണ് ഇതിൽ 3 എണ്ണം അപ്ലോഡ് ചെയ്തതിൽ ഏതാണ് ഏറ്റവും നല്ല തംബ്നെയിൽ എന്ന് യൂട്യൂബ് തന്നെ കണ്ടുപിടിച്ച് നമുക്ക് പറഞ്ഞു തരും. അതിൽ ഏറ്റവും നല്ല തംബ്നെയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനും കഴിയും. അതിനായിട്ട് നമുക്ക് YT സ്റ്റുഡിയോയിൽ സാധാരണഗതിയിൽ തന്നെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അത് കഴിഞ്ഞ് ടൈറ്റില്, ഡിസ്ക്രിപ്ഷന്, ടാഗ്, ഇതെല്ലാം ബാക്കിയുള്ള സെറ്റിംഗ്സ് എല്ലാം കൊടുത്തതിനു ശേഷം നമ്മൾ ഒരു വീഡിയോയ്ക്ക് 3 തംബ്നെയിലുകൾ ചെയ്തു വെക്കുക. ശ്രദ്ധിക്കുക, 2 MB താഴെയുള്ള തംബ്നെയിലുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള തംബ്നെയിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളത്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഇവിടെ ആയിട്ട് ഒരു ക്വാളിറ്റി തംബ്നെയിൽ അപ്ലോഡ് ചെയ്യുന്നതിന്റെ ലിങ്ക് വരും. അത് കാണാത്തവർക്ക് അതിലോട്ടൊന്ന് പോയി കാണാം. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മളൊരു തംബ്നെയിൽ 3 തംബ്നെയിലുകൾ എടുത്തതിനു ശേഷം എങ്ങനെയാണ് ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതെന്നും അത് 14 ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെ നമുക്ക് എന്ത് റിസൾട്ടാണ് വരുന്നതെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. നേരെ നമുക്ക് YT സ്റ്റുഡിയോ ക്രോമിലേക്കാണ് പോകേണ്ടത്. ക്രോമിൽ പോയതിനു ശേഷം നമുക്ക് ഇതിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നും കൂടെ നമുക്ക് നോക്കാം. എങ്ങനെയൊക്കെയാണ് ഈ തംബ്നെയിൽ അപ്ലോഡ് ചെയ്യേണ്ടതെന്നും കൂടെ നമുക്ക് വ്യക്തമായിട്ട് ഒന്ന് കാണാം. ഇത് എൻ്റെ ഒരു ചാനലിലെ YT സ്റ്റുഡിയോ ആണ്. നമ്മളതിൽ ഒരു 14 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്ത ഒരു സ്ക്രീൻ റെക്കോർഡാണ് നിങ്ങൾ കാണുന്നത്. അതിൽ നമ്മൾ കണ്ടന്റിനകത്ത് കയറിയിട്ട് ഏതാണോ വീഡിയോ അതിനകത്ത് നമ്മൾ താഴെയായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അപ്ലോഡ് ഫയലും ഓട്ടോ ജനറേറ്റഡും പിന്നെ ഒരു ഓപ്ഷൻ എക്സ്ട്രാ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ആൻഡ് കമ്പയർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 3 തംബ്നെയിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ അപ്ലോഡ് ഫയൽ എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള നമ്മൾ മുന്നേയൊക്കെ അപ്ലോഡ് ചെയ്തിരുന്ന പോലെ തന്നെയാണ്, നമുക്ക് പഴയ ഓപ്ഷൻ തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. പിന്നെ ഓട്ടോ ജനറേറ്റർ എന്ന് പറയുന്നത് തനിയെ തന്നെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ 3ാമത്തെ ഓപ്ഷനായിട്ടുള്ള ടെസ്റ്റ് ആൻഡ് കമ്പയറിൽ കയറിയിട്ട് ആദ്യത്തെ നമ്മൾ ചെയ്ത് വച്ചിരിക്കുന്ന 3 തംബ്നെയിൽ നമ്മൾ ഓൾറെഡി ചെയ്ത് വച്ചേക്കണം. ആ തംബ്നെയിലിൽ നമ്മൾ 3 എണ്ണത്തിൽ ഏതെങ്കിലും 3ഓ 4ഓ ഒക്കെ ചെയ്ത് വെച്ചേക്കുക. അതിൽ ഏറ്റവും നല്ലത് ഏതാണ് എന്ന് നോക്കിയിട്ട്, പുറത്ത് വാഹനങ്ങൾ പോകുന്നുണ്ട് കേട്ടോ, അതാണ് ഇത്രയും സൗണ്ട് വരുന്നത്. അപ്പം അതിൽ ഏതാണ് നല്ലതെന്ന് നോക്കിയിട്ട് 3 എണ്ണം നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. ആ പ്ലസ് ഐക്കണിൽ 3 ഓപ്ഷൻ വരും. അതിൽ ആ പ്ലസ് ഐക്കണിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ 3ാമത്തേന് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് പ്രസ് ഐക്കണിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഗാലറി ഓപ്പൺ ആവും. അതിൽ ശ്രദ്ധിക്കേണ്ടത് 2 MB താഴെയുള്ള തംബ്നെയിലാണ് നമ്മൾ ഇടേണ്ടത്. ആവർത്തിച്ച് ഇട്ട് കളയരുത്. ഒരു തംബ്നെയിൽ തന്നെ പിന്നെയും ആവർത്തിച്ച്. ഇപ്പോൾ എനിക്ക് ഒരു അബദ്ധം പറ്റി, ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് വേറൊരു തംബ്നെയിലാണ് ഇപ്പോൾ എടുത്തത്. അപ്പോൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. മേളത്തെ 3 ഡോട്ടിൽ കൊടുക്കുമ്പോൾ ചേഞ്ച് ഓപ്ഷനുണ്ട്. നേരെ പോകുന്നത് ഗാലറിയിലോട്ട് തന്നെയാണ്. നമ്മുടെ കൃത്യമായിട്ടുള്ള തംബ്നെയിൽ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ കഴിയും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ തന്നെ ചെക്ക് ചെയ്യുക. എന്നിട്ട് അവസാനം ഡണ്ണ് കൊടുക്കുക. നമ്മുടെ വ്യക്തമായിട്ട് ചെക്ക് ചെയ്യുക റിപ്പീറ്റ് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പം പല രീതിക്കുള്ള തംബ്നെയിലുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തംബ്നെയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ സേവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ 3 തംബ്നെയിലുകളും കാണിക്കുന്നുണ്ട്. ചെറിയ ബോക്സ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. മുന്നേ ഒരു തംബ്നെയിൽ മാത്രമാണ് അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സേവ് ചെയ്യുകയും വീഡിയോ പബ്ലിക് ആക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അൺലിസ്റ്റിൽ കിടക്കുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതിനെ പബ്ലിക് ആക്കുക. ഇപ്പോൾ അൺലിസ്റ്റഡ് അല്ല എന്നുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പുതിയ വീഡിയോ, പഴയ വീഡിയോയ്ക്ക് നമുക്ക് ഈ തംബ്നെയിൽ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. പഴയ റീച്ചാകാതെ കിടക്കുന്ന വീഡിയോസിൽ നമുക്ക് പുതിയ തംബ്നെയിലുകൾ ഇതുപോലെ 3 തംബ്നെയിലൊക്കെ ചെയ്തിട്ട് നമുക്ക് റീച്ചാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പബ്ലിക് ആക്കുകയാണ്. പബ്ലിക് ആക്കിയതിന് ശേഷം നമുക്ക് സേവ് കൊടുക്കുക. സേവ് കൊടുത്താൽ മാത്രമേ ആ വീഡിയോ മറ്റുള്ളവരിലേക്ക്, വ്യൂവേഴ്സിലേക്ക് എത്തത്തുള്ളൂ. നമുക്കിനി ഇത്
12 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചാനലിലോട്ടൊന്ന് കയറി നോക്കുകയാണ് എന്താണ് അപ്പോഴും ആ ചാനലിൽ സംഭവിച്ചതെന്ന് നോക്കാം. നമ്മൾ അതേ കണ്ടൻറ്റിൽ കയറിയിട്ട് ആ വീഡിയോ ഒന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും റണ്ണിങ്ങിലാണ് സ്റ്റാറ്റസ് കിടക്കുന്നത്. നമ്മൾ ഇതിൽ കയറി നോക്കുമ്പോൾ വ്യൂ ടെസ്റ്റ് റിപ്പോർട്ട് നോക്കുക. അതിൽ 3 തംബ്നെയിലുകളും കാണിക്കുന്നുണ്ട്. ഇനി എത്ര ദിവസം കൊണ്ട് അതിൻ്റെ റിസൾട്ട് വരും എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ. ഇനി ഒരു ദിവസവും 6 മണിക്കൂറും കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് വരും എന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനിടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട തംബ്നെയിൽ അവിടെ സെറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാം. സ്റ്റോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അവിടെ കൊടുക്കുകയാണെങ്കിൽ അത് സ്റ്റോപ്പായിട്ട് നമുക്ക് ഇഷ്ടമുള്ള തംബ്നെയിൽ അവിടെ സെറ്റ് ചെയ്യുകയും ചെയ്യാം. നമ്മളൊന്നും കൂടെ അതിൻ്റെ അകത്ത് കയറുകയാണ്. അപ്പോൾ നമ്മൾ അതിൽ കൊടുക്കുക ഏതെങ്കിലും ഒരു തംബ്നെയിലിൽ 3 തംബ്നെയിലിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രസ് ചെയ്യുകയാണെങ്കിൽ അവിടെ സെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. കണ്ടോ ഇവിടെ സ്റ്റോപ്പ് ആൻഡ് സെറ്റ് തംബ്നെയിൽ എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ സ്റ്റോപ്പ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ആ തംബ്നെയിലായിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണത്തിൽ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ സെലക്ട് ചെയ്യുമ്പോഴാണ് ഇതുപോലെ കാണിക്കുന്നത്. അതിൽ സ്റ്റോപ്പ് കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഇപ്പം 3-ാമത്തേലാണ് ഞാൻ സെലക്ട് ചെയ്തത് എങ്കിൽ അവിടെ സ്റ്റോപ്പ് കൊടുക്കുകയാണെങ്കിൽ ആ തംബ്നെയിലായിരിക്കും അവിടെ നമുക്ക് പിന്നുള്ള കാലത്ത് നമുക്ക് ബാക്കിയുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ വ്യൂവേഴ്സും എല്ലാം നമ്മുടെ വീഡിയോ സെർച്ച് ചെയ്ത് കാണുന്നവരും എല്ലാം അവിടെ കാണുന്നത്. നമുക്കിനി നമ്മുടെ ടെസ്റ്റ് റിസൾട്ട് ഒന്നും കൂടെ കയറി നോക്കുകയാണ്. നമ്മുടെ ഇനി 14-ാമത്തെ ദിവസത്തെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇനി 25 മിനിറ്റ് ആണ് ഇനിയുള്ളത്. 25 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടെ നമ്മൾ കയറി നോക്കിയപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞും ഒന്നും കൂടെ ഞാൻ വെറുതെ ഒന്ന് കയറി നോക്കിയതാണ്. ഇപ്പോൾ നമ്മുടെ ടെസ്റ്റ് റിസൾട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ് നമ്മുടെ ബെസ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ഒന്നും കൂടെ റിഫ്രഷ് ചെയ്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇതിൽ ഏത് ഇമേജാണ് നമ്മൾ ഇട്ടിരുന്ന 3 എണ്ണത്തിൽ ഏത് ഇമേജാണ് നല്ലതെന്നുള്ളത് അതിൽ എനിക്ക് യൂട്യൂബ് പറഞ്ഞു തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാമത്തെ ഇമേജ് തംബ്നെയിൽ 1 ആണ് ഏറ്റവും നല്ലത് എന്നാണ് യൂട്യൂബ് പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ സെറ്റ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ താഴെ ആ ഒരു ന്യൂ ടെസ്റ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ പിന്നെയും നമുക്ക് 3 അഡീഷണൽ 3 അല്ലെങ്കിൽ ഇതോ നമുക്കൊന്നും കൂടെ ഇട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. മാറി തിരിഞ്ഞുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാര്യം യൂട്യൂബ് ഓരോരുത്തർക്ക് കാണിക്കുന്ന രീതിയിലുള്ളത് മാത്രമേ വരത്തുള്ളൂ. നമുക്കിതിൽ ഓരോന്നിൽ കൊടുക്കുമ്പോൾ സെറ്റ് എന്നുള്ള അവിടെ കാണിക്കും. അതിലേത് വേണമെന്ന് വെച്ചാൽ ഇപ്പം 1-ാമത്തെയാണ് ഇപ്പോൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്, നല്ല തംബ്നെയിലാണെന്നുള്ളത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2-ാമത്തെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിനി അവിടെ ഡണ്ണ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് പറഞ്ഞിരിക്കുന്ന ആ ഒരു തംബ്നെയിലാണ് ഇപ്പോൾ എല്ലാവരും 14 ദിവസം കഴിഞ്ഞിട്ട് എല്ലാവരും കാണുന്നത്. ഇപ്പോൾ ഒന്നും കൂടെ വേണ്ട 2-ാമത്തെ ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് സെറ്റ് എന്നുള്ള ഓപ്ഷൻ വരുന്നത്. ഫസ്റ്റത്തിൽ നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ സെറ്റ് എന്നുള്ള വരത്തില്ല. യൂട്യൂബ് അത് അവിടെ ഫിക്സ് ആക്കി കഴിഞ്ഞു. നമുക്കിനി മാറി മാറി കാണിച്ചു കൊടുക്കില്ല. 14 ദിവസം വരെ മാത്രമാണ് നമ്മുടെ 3 തംബ്നെയിലുകളും ഷഫിൾ ചെയ്ത് വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കുന്നത്. വേറെയും നമ്മൾ പുതിയ തംബ്നെയിലുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ന്യൂ ടെസ്റ്റ് കൊടുക്കാം. ഇതുപോലെ തന്നെ 14 ദിവസം കൊണ്ട് അവർ നല്ല തംബ്നെയിലുകൾ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് തരും. അപ്പോൾ അതിൽ ആദ്യത്തെ തംബ്നെയിൽ അതുപോലെ തന്നെ കിടക്കും. അത് കഴിഞ്ഞിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. അതിന് വേണമെങ്കിൽ മാറ്റമൊക്കെ വരുത്താം. പിന്നെ ബാക്കിയുള്ള 2 എണ്ണം മാറിപ്പോകും. പഴയത് 2 എണ്ണം മാറിപ്പോകും. പിന്നെ നമുക്ക് അഡീഷണൽ 2 എണ്ണം കൂടെ പുതിയ 2 തംബ്നെയിൽ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 2-ാമത് ആഡ് ചെയ്ത് കൊടുക്കുന്ന തംബ്നെയിലുകളിൽ ഏതാണ് നല്ലതെന്ന് നോക്കിയിട്ട് 14 ദിവസം കഴിയുമ്പോൾ ഇതേ സെയിം ആയിട്ട് നമുക്ക് പിന്നെയും അവരൊരു നല്ല റിസൾട്ട് കാണിച്ചു തരും. ഞാൻ ഈ ഒരു വീഡിയോയ്ക്കും 3 തംബ്നെയിലുകൾ കൊടുക്കുന്നുണ്ട്. അതിൽ ഏത് തംബ്നെയിലാണ് നിങ്ങൾ കണ്ടതെന്നുള്ളത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇവിടെ ഞാൻ 3 തംബ്നെയിലുകളും കൂടെ കാണിച്ചേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ.